കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു. 24 മണിക്കൂറും ഭരയും കുറിയായി വെക്ക്. അത് നല്ലതല്ലേ? നല്ല കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ഇവിടെ എല്ലാം വെട്ടിപ്പറക്കി ഇടുന്നത് വൃത്തിയാക്കി ഞാൻ മടുത്തു. അത് ഞാനും വൃത്തിയാക്കാറുണ്ട്. ഇങ്ങോട്ട് വന്നേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം. എന്താ പറഞ്ഞു ചേച്ചി? എന്താ ചേച്ചി? ഒരു വീഡിയോ ആണ്, കാണണോ? എവിടെ നോക്കട്ടെ. നിങ്ങളുടെ ഏട്ടന്റെ വീഡിയോ കാണണോ? വാ. അയ്യോ എന്താ? അയ്യോ ഒരു മിനിറ്റ്. ഡോൺ സിയ ഏട്ട പാട്ട് പാടുന്നതായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് ആർക്കും അത് കാണണ്ട. ഞങ്ങൾക്കത് കാണാനുള്ള ശക്തിയൊന്നുമില്ല. ഒന്ന് പോയ ചേച്ചി. ചേച്ചി ദേ ഏട്ടൻ. അപ്പച്ചി. ഗിരി, അയ്യോ മോനെ, രത്നയെ പെണ്ണ് കാണാൻ അവരെന്നാ വരുന്നേ? വെള്ളിയാഴ്ച വരും. പാറു, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ ഗിരിയേട്ടന്റെ കുളിയെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയത്. അതിലിത്ര ചിരിക്കാൻ എന്തായിരിക്കുന്നു? അത് തന്നെ. അത് ആ കുളി കണ്ടാലേ മനസ്സിലാവും. ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഒരാള് കുളിക്കുന്നതാണോ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നേ? അങ്ങനെ ചോദിക്കപ്പച്ചി. എടുത്തത് മാത്രമല്ല, എല്ലാരെയും കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആണോടി? അത് അപ്പച്ചി, ആ വീഡിയോ മായ്ച്ചു കളയാൻ പറഞ്ഞേക്കാവോ? പാറു, അത് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാന്നാ വിചാരിച്ചേ. ശരി, അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴല്ല, 3 മാസം കഴിഞ്ഞ്. കണ്ടോ അപ്പച്ചി? ഗിരി, നീ അതൊന്നും കാര്യാക്കണ്ട. പാറു വെറുതെ നിന്നെ വട്ടുപിടിപ്പിക്കാൻ പറയുന്നതാ. നീ അത് വിട്ടുകളയും. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമില്ല. മോനെ, ചെറുക്കനെ കുറിച്ചൊക്കെ അന്വേഷിച്ചായിരുന്നോ? 1-2 പേരോടൊക്കെ തിരക്കി. എല്ലാവർക്കും ചെക്കനെ കുറിച്ച് നല്ല അഭിപ്രായം. രത്നേ, ഈ കാശ് മോള് വാങ്ങിച്ചോ. എന്തിനാ അപ്പച്ചി ഇതൊക്കെ? എടാ, ചെക്കൻകോട്ടിൽ വരുമ്പോ രത്ന അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് നിക്കണ്ടേ? അതിനൊക്കെ ചെലവില്ലേ? ദാ മോളെ, നീ ഇത് വെച്ചോ. പ്രിയമുള്ള കരുനീലിക്കാവ് നിവാസികളെ, നമ്മുടെ നാടിന്റെ പുണ്യവും നാട്ടുകാരുടെ കണ്ണിലൊണ്ണിയും ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുമായ പടനിലത്ത് ശ്രീ പത്മനാഭനവർകളുടെ കാരുണ്യത്തെ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രക്തദാനം ചെയ്യാൻ സന്നദ്ധരായ നാട്ടുകാർ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്യാമ്പിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പത്മനാഭ മുതലാളി നാട്ടുകാർക്ക് വേണ്ടി അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. ഏവരും ഈ അന്നദാനത്തിൽ പങ്കെടുക്കണം. ഇതാ നമ്മുടെ നാടിന്റെ അഭിമാനം, കരുനീലിക്കാവിന് വേണ്ടി ദൈവം കനിഞ്ഞരുളിയ അനുഗ്രഹ ജന്മം, പ്രമാണിമാരിൽ പ്രമാണി ശ്രീമാൻ പടനിലത്ത് പത്മനാഭൻ മുതലാളി, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പപ്പേട്ടൻ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. പത്മനാഭൻ മുതലാളിക്ക്, പത്മനാഭ മുതലാളിക്ക്, പത്മനാഭൻ മുതലാളിക്ക്, പത്മനാഭ മുതലാളിക്ക്. അതെ, ഈ ജൈവിളികളും കരഘോഷമൊന്നും എനിക്കല്ല വേണ്ടത്. എന്റെ മോൾക്കാണ് വേണ്ടത് കേട്ടോ. അതിനാണ് ഈ ചടങ്ങ്. മോള് വരട്ടെ മുതലാളി, അപ്പ കാണാം പൊടി പൂരം. അയ്യോ, അനൗൺസ്മെന്റ്. മോള് വന്നല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അഭിമാനം
ഈ കരുനിൽക്കാവിന്റെ ആദ്യ ഡോക്ടർ, നമ്മുടെ എല്ലാം സ്വന്തം ഡോക്ടർ, എല്ലാവരുടെയും പ്രിയങ്കരിയായ ബഹുമാനിയായ പടനിലത്ത് ഡോക്ടർ പാർവതി MBBS ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മുടെ അഭിമാനമായ ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏതായാലും പഠിച്ചത് പഠിച്ചു. അത് ഈ തലയിൽ തന്നെ ഇരുന്നോട്ടെ. അതിനെ എടുത്ത് പ്രയോഗിക്കാനൊന്നും നിൽക്കണം. പടനിലത്ത് പത്മനാഭന്റെ മകള് ഒരു ഡോക്ടറാണെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെ ഒന്ന് അറിയിക്കണം. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മാത്രമാ ഈ ലക്ഷങ്ങളൊക്കെ മുടക്കി നിന്നെ MBBS പഠിപ്പിച്ചത്. അല്ലാതെ കൊള്ളലും കോട്ടും ഒക്കെ ഇട്ട് നാട്ടുകാരെ മുഴുവൻ കൊണ്ടുപോയി ചികിത്സിക്കാനൊന്നുമല്ല.